Hi everyone. Victorian one mark questions discuss ചെയ്യാം. ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴും അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ജസ്റ്റ് നോക്കാം. സിലബസിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടല്ലോ, അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ചാൾസ് ഡാർവിൻസ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് പബ്ലിഷ്ഡ്? 1859. ഹു വാസ് ബെഞ്ചമിൻ ഡിസ്രേലി? ഈ ബെഞ്ചമിൻ ഡിസ്രേലിൻ്റെ ടോപ്പിക്ക് വരുന്നത് പേജ് 370 ഒരു ടോപ്പിക് ഉണ്ട്, ഗവൺമെൻറ് ദ റിഫോം ആക്ട്സ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് മാസ് ഡെമോക്രസി. അതിൽ സൈഡിലൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് വേറെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ബെഞ്ചമിൻ ഡിസ്രേലി ആരാണെന്ന്. അപ്പോൾ ആളൊരു റൈറ്റർ ആയിരുന്നു, അതേപോലെ പൊളിറ്റിക്സിലൊരു ലീഡർ ആയിരുന്നു. കൺസർവേറ്റീവ് പാർട്ടി ലീഡ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആണ്. ജൂയിഷ് ഫാമിലിയിലാണ് ജനിച്ചത്. പിന്നീട് ക്യൂൻ വിക്ടോറിയയുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് മാറി. 2 പ്രാവശ്യം പ്രൈം മിനിസ്റ്ററായി. ആദ്യം 1868 പിന്നെ 1874 മുതൽ 1880 വരെ. 1837 ആൾ പൊളിറ്റിക്സിലോട്ട് വരുന്നത്. പക്ഷേ ആ സമയത്ത് നല്ല പൊസിഷനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ റോബർട്ട് പീലുമായിട്ട് ആൾക്ക് ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ ഐഡിയാസിന്, അതായത് he got a lot of attention for his ideas about how society should be, which he also wrote about in his books. അപ്പോൾ ആളുടെ ഐഡിയക്ക് ഒരുപാട് അറ്റൻഷൻ കിട്ടി, സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇതിൽ. പിന്നെ ലിബറൽ പാർട്ടിയിലെ വില്യം ഗ്ലാഡ്സ്റ്റോണുമായിട്ട് ആൾക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ Disraeli managed to lead the Conservative Party better in 1867, but his time as Prime Minister was short because his party had problems with Ireland. ആൾ നല്ലപോലെ മാനേജ് ചെയ്തു, പക്ഷേ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു കാലയളവ് വളരെ ചെറുതായിരുന്നു. കാരണം അയർലൻഡായിട്ട് ആ സമയത്ത് അവരുടെ പാർട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്. 1874 വീണ്ടും പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ഹി വർക്ക്ഡ് ഓൺ മേക്കിംഗ് സൊസൈറ്റി ബെറ്റർ, എസ്പെഷ്യലി ഫോർ വർക്കേഴ്സ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വർക്കേഴ്സിന് വേണ്ടിയിട്ട് ആൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഓൾസോ ഡിഡ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ ഫോറിൻ അഫയേഴ്സ് ലൈക്ക് getting involved in the Suez Canal Company and making Queen Victoria the Empress of India. അപ്പോൾ ഇതിലൊക്കെ ആൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു പറയാം. Even though Disraeli party lost power in 1880 and he died the next year, his ideas about young England continued to be important for his party. ആൾ 1880 ആളുടെ പവർ പോയി, നെക്സ്റ്റ് ഇയർ മരിച്ചിട്ടുണ്ടെങ്കിലും ആളുടെ ഐഡിയാസ് ആ ഒരു പാർട്ടിയിൽ പിന്നെയും നിലനിന്നിരുന്നു എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ന്യൂ പുവർ ലോ? ന്യൂ പുവർ ലോ എന്ന് പറയുന്നത്, ന്യൂ പുവർ ലോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. അത് വരുന്നത് ലെജിസ്ലേറ്റീവ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് സോഷ്യൽ റിഫോം എന്നുള്ളൊരു ടോപ്പിക്കിലാണ് ന്യൂ പുവർ ലോ പറയുന്നത്. 1834 ഈ ഒരു ലോ പാസ്സാക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പുവറായിട്ടുള്ള ആളുകൾ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെ അവർക്ക് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ന്യൂ പുവർ ലോയിൽ പറയുമ്പോൾ വീട്ടിൽ നിന്ന് അവരെ സഹായിക്കുന്ന പരിപാടി നിർത്തി പകരം വർക്ക് ഹൗസസിൽ നിന്നാണ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. കുറേ ഏരിയാസ് ഉണ്ടാവും, അപ്പോൾ അതിലാകെ ഇത്ര വർക്ക് ഹൗസസ് ആക്കും. എന്നിട്ട് അവിടെ പോയിട്ട് ഇവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. മുമ്പ് പുവേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ന്യൂ പുവർ ലോയിൽ ആ ഒരു എമൗണ്ട് കുറയ്ക്കാണ് ചെയ്യുന്നത്, കുറഞ്ഞ ചിലവിൽ ഇവരെ ഹെൽപ്പാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് വർക്ക് ഹൗസസൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ പുവേഴ്സിന് ഇത് വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ന്യൂ പുവർ ലോ. പിന്നെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ചെറിയ രീതിയിലാണെങ്കിലും, അപ്പോൾ അവർക്ക് ഇത് കൊടുക്കില്ല, ഇങ്ങനത്തെ ഹെൽപ്പ് സംഭവങ്ങൾ കൊടുക്കില്ല. അവരെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പ്രോത്സാഹിപ്പിക്കും. കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മോസ്റ്റ്ലി നെഗറ്റീവായിട്ടാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രേറ്റ് എക്സിബിഷൻ എന്താണെന്നാണ്. അതിലൊരു 9 പോയിൻറ്റ്സ് പെട്ടെന്ന് വായിക്കുക. ദി ഗ്രേറ്റ് എക്സിബിഷൻ ഓഫ് ദി വർക്ക്സ് ഓഫ് ദ ഇൻഡസ്ട്രി ഓഫ് ഓൾ നേഷൻസ് വാസ് എ ബിഗ് ഇവൻറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി 19th century. ഇൻഡസ്ട്രിയിലത്തെ വർക്ക്സിൻ്റെ ഒരു എക്സിബിഷൻ ആയിരുന്നു, എല്ലാ നേഷൻസും ഉണ്ടാവും. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ പ്രിൻസ് ആൽബർട്ട് ആൻഡ് ഹെൻറി കോൾ ആൻഡ് ലാസ്റ്റഡ് ഫോർ 5 months. ഇവരാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. 5 months ഉണ്ടായിരുന്നു. ദ മെയിൻ അട്രാക്ഷൻ വാസ് ദ ക്രിസ്റ്റൽ പാലസ്, എ ഹ്യൂജ് ഗ്ലാസ് ബിൽഡിംഗ് ഇൻ ദ ഹൈഡ് പാർക്ക് ഡിസൈനഡ് ബൈ ജോസഫ് പാക്സ്റ്റൺ. ഇതിൽ മെയിൻ അട്രാക്ഷൻ ക്രിസ്റ്റൽ പാലസ് ആണ്. അത് ഡിസൈൻ ചെയ്ത ആൾ ജോസഫ് പാക്സ്റ്റൺ. ഇൻസൈഡ് ക്രിസ്റ്റൽ പാലസ് there were thousands of exhibits from Britain and its colonies. ക്രിസ്റ്റൽ പാലസിൻ്റെ അകത്ത് ഒരുപാട് എക്സിബിറ്റ്സ് ഉണ്ടായിരുന്നു.
The exhibits included things like raw materials, machinery, art, jewelry, furniture, and more. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. Many people visited the exhibition, often using the newly built railways to get there. പുതിയ റെയിൽവേസിലെ ആളുകൾ ഇതിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. Some days had cheaper tickets called shilling days. ചില സമയത്ത് ചീപ്പർ ടിക്കറ്റ്സിൽ നമുക്ക് ഇതിനകത്ത് കടക്കാൻ പറ്റും. ആ ചീപ്പർ ടിക്കറ്റ്സ് തന്നെയാണ് ഇവിടെ, അല്ലെങ്കിൽ ആ ഡേയ്സിനെയാണ് ഷില്ലിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. ദ ഫ്രേസ് സ്പെൻഡിങ് എ പെന്നി കംസ് ഫ്രം ദ എക്സിബിഷൻ where people had to pay to use the toilets. The Great Exhibition is seen as the start of modern consumerism and showed people's optimism about progress during the Victoria's time. മോഡേൺ കൺസ്യൂമറിസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ദ ഗ്രേറ്റ് എക്സിബിഷനിലൂടെയാണെന്നാണ് പറയുന്നത്. പിന്നെ ആളുകളുടെ ഒപ്റ്റിമിസമാണ് ആ സമയത്തുള്ള പ്രോഗ്രസ്സിനെ പറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ടേം ബോഡ്ലറൈസ് ഒറിജിനേറ്റ്? തോമസ് ബോഡ്ലർ എന്ന് പറയുന്ന ഒരാളുടെ നെയിമിൽ നിന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. ഷേക്സ്പിയറിൻ്റെ who published a censored edition of Shakespeare's works in 1818. He removed parts he thought were unsuitable for readers like anything with sex or violence. അപ്പോൾ അൺസൂറ്റബിൾ എന്ന് തോന്നുന്ന കുറേ പാർട്സ് ആൾ റിമൂവ് ആക്കും, സെക്സ് വയലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നൗ ബോഡ്ലറൈസ് മീൻസ് ടു സെൻസർ ഓർ ചേഞ്ച് ടെക്സ്റ്റ് ടു മേക്ക് ഇറ്റ് മോർ സൂറ്റബിൾ ഫോർ സർട്ടൻ പീപ്പിൾ. അപ്പോൾ സെൻസർ ചെയ്യുന്നതിനെയാണ് ഇപ്പം നമ്മൾ ബോഡ്ലറൈസ് എന്ന് പറയുന്നത്. Okay, next question. Who are described as the indispensable middleman between authors and readers? ഓതേഴ്സിൻ്റെയും റീഡേഴ്സിൻ്റെയും ഇടയിലുള്ള മിഡിൽമാനായിട്ട് പറയുന്നത് പബ്ലിഷേഴ്സിനെയാണ്. പബ്ലിഷേഴ്സാണ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദി പേഴ്സൺ ബിഹൈൻഡ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ലെൻഡിങ് ലൈബ്രറി ഇൻ വിക്ടോറിയൻ ബ്രിട്ടൻ? ചാൾസ് എഡ്വാർഡ് മൂഡി ആളാണ് ആ ഒരു ലൈബ്രറീൻ്റെ പിറകിലുള്ള ആൾ. What does the new woman means with reference to the Victorian age? New woman എന്ന് പറയുന്നത്, new woman was a type of woman that people wrote about and talked about even before Sarah Grant used the term in 1894. അപ്പോൾ സാറാ ഗ്രാൻഡാണ് ഈ ഒരു ടേം കൊണ്ടുവരുന്നത്. ദിസ് വിമൻ ഡിഡൻറ്റ് ലൈക്ക് ദി ഐഡിയ ദാറ്റ് വിമൻ ഷുഡ് ഓൺലി സ്റ്റേ അറ്റ് ഹോം ആൻഡ് നോട്ട് ഹാവ് മച്ച് പവർ. ന്യൂ വുമൺ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് വുമൺ, അവർ വീട്ടിലിരിക്കുന്നതിന് അത്ര പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. they were different by not acting like how society expected women to act, like wearing different clothes or riding bicycles. Society expect ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വുമൻ ആയിരുന്നു ഇവർ. They cared a lot about things like how men and women were treated differently and about fairness in marriages. അവർ ആ ഒരു ഡിഫറൻസസിനെ പറ്റിയൊക്കെ കൂടുതൽ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സമ്മൻ റോട്ട് അബൌട്ട് ന്യൂ വിമൻ ഇൻ ദ സ്റ്റോറീസ് ലൈക്ക്, എന്നിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വിമൻ ഉണ്ടാവുമല്ലോ, അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചാർട്ടിസം എന്താണെന്നാണ്. ചാർട്ടിസം വാസ് എ മൂവ്മെൻറ്റ് where people supported a petition called the പീപ്പിൾസ് ചാർട്ടർ. പീപ്പിൾസ് ചാർട്ടർ എന്ന് പറയുന്ന ഒരു പെറ്റീഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആളുകൾ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് ചാർട്ടിസം എന്ന് പറയുന്നത്. വർക്കിംഗ് ക്ലാസ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള മൂവ്മെൻറ്റ്, അവരുടെ പൊളിറ്റിക്കൽ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ആ സമയത്ത് അവർക്ക് വർക്കിംഗ് ക്ലാസ്സിലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ന്യൂ പുവർ ലോ സംഭവമില്ല, അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കോൺ ലോ കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ചാർട്ടിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ക്രിസ്റ്റീന റോസെറ്റിയുടെ സ്യൂഡോണിം എലൻ ആലിൻ എന്നാണ്. ഓക്കെ, താങ്ക് യു.